സെന്റൻസ് ഫോർമേഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച്, ഉദാഹരണത്തിന് യൂസ് ടു ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മൾ നേരത്തെ പതിവായി ചെയ്തിരുന്ന, ഇപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും പറയാം, പക്ഷെ ചിലപ്പോൾ നമുക്ക് യൂസ് ടു തന്നെ വേണ്ടി വരും. ലെസണിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ മലയാളത്തിൽ പറയുന്ന വാചകങ്ങളെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. നമുക്ക് ആദ്യം ഒരു സിമ്പിൾ സെന്റൻസ് ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ പോയി. സമയമൊന്നും പറയുന്നില്ല, പക്ഷെ പോയി എന്ന് പറയുമ്പോൾ വ്യക്തമാണ് ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അല്ലെ? സബ്ജക്റ്റ് ഐ ആണ്, ഞാൻ. ഐ അവിടെ, ദർ. പോയി, പോവുക എന്ന് പറയുമ്പോൾ ഗോ. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം എന്താണ്? പോയി എന്ന് പറയുമ്പോൾ വെന്റ്. ഗോ എന്ന വെർബിന്റെ 3 ഫോംസ് ഇതെല്ലാമാണ്: ഗോ, വെന്റ്, ഗോൺ. ഗോ എന്ന് പറയുന്നത് V1, വെന്റ് V2, ഗോൺ V3. അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് ഞാൻ അവിടെ പോയി എന്നാണ്. അതെങ്ങനെയാ പറയുന്നത്? ഐ വെന്റ് ദർ. ഇതിനർത്ഥം ഞാൻ അവിടെ പോയി എന്നാണ്. ഇത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. പൂർണ്ണമായും കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിതിവിടെ ഉപയോഗിച്ചത്. ഇനി ഈ സെന്റൻസ് നോക്കൂ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പോയി എന്നല്ല പറയുന്നത്, പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോയി എന്ന പാസ്റ്റ് ടെൻസും ഉണ്ട്, ഉണ്ട് എന്ന പ്രസന്റ് ടെൻസും ഉണ്ട്. അതായത് ഇത് കഴിഞ്ഞു പോയൊരു കാര്യത്തിന്റെ പ്രസന്റ് റിസൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമുക്ക് ആ സ്ഥലം പരിചയമാണ് എന്നൊരു സൂചന അതിലില്ലേ? അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അവരെ കണ്ടാൽ ഇനി തിരിച്ചറിയാൻ കഴിയും, അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് അറിയാം എന്നൊരർത്ഥം അതിനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ അവരെ കണ്ടതിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു എന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സമയമൊന്നും അവിടെ പ്രസക്തമല്ല, മറിച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്ന കാര്യമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഈ ടെൻസ് ഒരേ സമയം പാസ്റ്റും ആണ് പ്രസന്റും ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. പക്ഷെ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രസന്റുമായി കണക്റ്റഡ് ആയ അല്ലെങ്കിൽ റീസെന്റ് ഫിനിഷ്ഡ് ആയ ഇവന്റ്സിനെ കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വേണ്ടത് എന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെല്ലാമാണ് പറയുന്നതെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് എല്ലാം നമ്മൾ V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് മുന്നിൽ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നൊരു ഓക്സിലറി ഉപയോഗിക്കും. ഹാസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഹാവ് ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ സിംഗുലർ ആണ്, പക്ഷേ ഐയുടെ കൂടെ നമ്മൾ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുക. യു എന്ന പ്രൊനൗണിന്റെ കൂടെയും അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഐ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഐ, പിന്നെ ഹാവ് ഗോൺ. ഗോ എന്ന വെർബിന്റെ V3 ആണ്, ഗോൺ. അതിന് മുന്നിൽ നമ്മൾ ഹാവ് ഉപയോഗിച്ചാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നത്. ഐ ഹാവ് ഗോൺ ദർ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. സമയം ഇവിടെയും പറയുന്നൊന്നുമില്ല, പക്ഷെ അവിടെ പോയിട്ടുണ്ട് എന്നതിനാണ് പ്രസക്തി. എപ്പോൾ പോയി എന്നത് പ്രധാനമല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഗോൺ ദർ. ഇനി ഇത് നോക്കൂ. ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു. പോവാറുണ്ടായിരുന്നു പറയുമ്പോൾ എന്താണ്? നേരത്തെ ഒരു കാര്യം പതിവായി ചെയ്തിരുന്നു, പണ്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പോവാറുണ്ടായിരുന്നു എന്നല്ല പറയാം. അതുകൊണ്ട് ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. പണ്ട് പതിവായി ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ പോരാ. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക യൂസ് ടു ആണ്. അപ്പം ഇത് ഇങ്ങനെയാണ് പറയുന്നത്: ഐ യൂസ് ടു ഗോ ദർ. ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു. യൂസ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഐ യൂസ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു. പോവാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോകുന്നില്ല എന്നല്ലേ അർത്ഥം? ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നുണ്ട് എന്നാണ്. നമ്മൾ സാധാരണ പോവാറുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതായത് നമ്മൾ നേരത്തെയും പോവാറുണ്ടായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. യൂസ് ടുവിന് ഒരു പ്രസന്റ് ഫോം ഇല്ല. അതായത് യൂസ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രസന്റ് ടെൻസിലുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ് പറയാറ്. ഞാൻ അവിടെ എന്നും പോവാറുണ്ട്. എന്നും എന്ന് പറയുമ്പോൾ എവരിഡേ.
ഐ ഗോ ദർ എവറി ഡേ. ഞാൻ അവിടെ എന്നും പോവാറുണ്ട് എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ഗോ ഉപയോഗിച്ച്. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ നമ്മൾ ഗോസ് എന്നാണ് പറയുമായിരുന്നത്, GOES. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് വെർബിന്റെ കൂടെ നമ്മൾ ഒരു എസ് അല്ലെങ്കിൽ ES കൂടി ആഡ് ചെയ്യും. ഐ ഗോ ദർ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എന്നും പോവാറുണ്ട് എന്നാണ്. ഇതൊരു പ്രസന്റ് ഹാബിറ്റ് ആണ്, പാസ്റ്റ് ഹാബിറ്റ് അല്ല. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ അവിടെ എല്ലായ്പ്പോഴും പോവാറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ ഓൾവേസ് എന്ന അഡ്വർബാണ് ഉപയോഗിക്കുക. ഐ ഓൾവേസ് ഗോ ദർ, ഞാൻ അവിടെ എപ്പോഴും പോവാറുണ്ട് എന്നർത്ഥം. ഇനി ഞാൻ പോവാറേ ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നെവർ ഉപയോഗിക്കും. ഐ നെവർ ഗോ ദർ. എവരിഡേ എന്ന് വന്നിരിക്കുന്നത് സെന്റൻസിന്റെ അവസാനമാണ്. ഓൾവേസും നെവറും വന്നിരിക്കുന്നത് വെർബിന് മുന്നിലായിട്ടാണ്. ഓരോ അഡ്വേർബ്സിനും സെന്റൻസിനകത്ത് ഓരോ പൊസിഷൻ ആയിരിക്കും. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അഡ്വേർബ്സിന്റെ പൊസിഷൻ ഏതാണെന്ന് നമുക്കറിയണം. ഓൾവേസ്, നെവർ ഇതുപോലത്തെ ഫ്രീക്വൻസി അഡ്വേർബ്സ് എല്ലാം പൊതുവെ വെർബിന് മുന്നിലായിട്ടാണ് വരിക. വെർബിൽ 2 വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ആ ആദ്യത്തെ വാക്കിനും രണ്ടാമത്തെ വാക്കിനും ഇടയിലായിട്ട് വരും. എവരിഡേ, അതുപോലെ തന്നെ ഇൻ ദ മോർണിംഗ്, യെസ്റ്റർഡേ, ഇതെല്ലാം അവസാനമായിട്ടാണ് സാധാരണഗതിയിൽ വരാറ്. ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. ഇതെന്താണ്? ഇതും ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ് അല്ലേ? പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? വായിക്കുക എന്ന് പറയുമ്പോൾ റീഡ്. ഇത്രയും പറഞ്ഞാൽ മതി. ഐ യൂസ് ടു റീഡ്. ധാരാളം എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു എ ലോട്ട് കൂടി ഉപയോഗിക്കും. ഐ യൂസ് ടു റീഡ് എ ലോട്ട്. ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. നീ ധാരാളം വായിക്കുമായിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ യൂസ് ടു ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? നമ്മൾ ഡിഡ് ഉപയോഗിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഡിഡിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ടു എന്നല്ല പറയുന്നത്, യൂസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡിഡ് അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറീസ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് വരിക. ഐ യൂസ് ടു റീഡ് എ ലോട്ട് എന്ന് പറയുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഇതാണ്. ഡിഡ് യു, അതിന് പകരം ഞാനിവിടെ യു ഉപയോഗിച്ചു. ഡിഡ് യു യൂസ് ടു റീഡ് മച്ച്. ഡിഡ് യു യൂസ് ടു റീഡ് മച്ച്. ഇവിടെ യുവിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് യൂസ്ഡ് അല്ല, യൂസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അതിന് മുന്നിലായി ഡിഡ് ഉപയോഗിച്ചു. ഡു, ഡസ്, ഡിഡ്. ഇതിന് ശേഷം നമ്മൾ എപ്പോഴും V1 ആണ് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് അവിടെ V2 ഉപയോഗിക്കരുത്. യൂസ് എന്ന വെർബിൻ്റെ V2 ആണ് യൂസ്ഡ്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് യൂസ്ഡ് തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത് യൂസ് ആണ്. ഡിഡ് യു യൂസ് ടു റീഡ് മച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഐ യൂസ് ടു റീഡ് എ ലോട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വായിക്കുമായിരുന്നു എന്നർത്ഥത്തിൽ. ഇത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എ ലോട്ട് അല്ല, അതിനു പകരം നമ്മൾ ഉപയോഗിക്കുന്നത് മച്ച് ആണ്. എ ലോട്ട് പൊതുവെ നമ്മൾ അഫർമേറ്റീവ് സെന്റൻസസിനകത്ത് മാത്രമേ ഉപയോഗിക്കൂ. ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും ആ മീനിങ് ഒരുപാട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മച്ച് ആണ്. ഡിഡ് യു യൂസ് ടു റീഡ് മച്ച്. നീ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഞാൻ അധികം വായിക്കാറില്ലായിരുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ വായിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ വായിക്കാറില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അതായത് നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. യൂസ് ടുവിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡിഡിൻ ഉപയോഗിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത്? ഐ ഡിഡിൻ യൂസ് ടു റീഡ് മച്ച്. ഐ ഡിഡിൻ യൂസ് ടു റീഡ് മച്ച്. ഇവിടെയും എ ലോട്ട് എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്, മച്ച് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിഡിൻ യൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഡിഡിൻ യൂസ് ടു എന്നല്ല. നമുക്ക് ഇതിനെ നെഗറ്റീവ് ഉണ്ടാക്കാൻ യൂസ്ഡ് നോട്ട് ടു എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഐ യൂസ്ഡ് നോട്ട് ടു റീഡ് മച്ച്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഡിഡിന് പകരം യൂസ്ഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് വളരെ അൺകോമൺ ആണ്. നമ്മൾ പൊതുവേ ഡിഡ് ഉപയോഗിച്ചാണ് ഇതിന്റെ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ കാര്യമായി ഒന്നും വായിച്ചില്ല. ഇത് ഇന്നലെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, പാസ്റ്റ് ഹാബിറ്റ്സ് അല്ല. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്നലെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറയാൻ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഇന്നലെ കാര്യമായി ഒന്നും വായിച്ചില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? കാര്യമായി ഒന്നും എന്ന അർത്ഥത്തിൽ നമുക്ക് മച്ച് ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ എന്ന സമയം പറയുന്നുണ്ട്. കൃത്യമായി ഒരു പ്രവൃത്തി നടന്ന സമയം പറയുമ്പോൾ ഒരു പാസ്റ്റ് ഇവന്റ്, അതായത് നേരത്തെ നടന്ന ഒരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് കൃത്യമായി പറയുമ്പോൾ നമുക്ക് അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാം. പിന്നെ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഐ വായിക്കുക, റീഡ്. അതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? പാസ്റ്റ് ടെൻസിലാണെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡിഡിൻറ്റ് ആണ് ഉപയോഗിക്കുന്നത്. റീഡ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ ഡിഡിൻ റീഡ് ആണ്. ഐ ഡിഡിൻ റീഡ് മച്ച് യെസ്റ്റർഡേ.
ഐ ഡിഡിൻ റീഡ് മച്ച് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കാര്യമായി ഒന്നും വായിച്ചില്ല. റീഡ് എന്ന വെർബിന്റെ 3 ഫോമും റീഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉച്ചരിക്കുന്നത് റെഡ് എന്നാണ്. ഞാൻ ഇന്നലെ ഒരുപാട് വായിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാ ഐ റെഡ് എ ലോട്ട് യെസ്റ്റർഡേ എന്നാണ്. അവിടെ നമ്മൾ യൂസ് ടു അല്ല ഉപയോഗിച്ചത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ചല്ല, ഇന്നലെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ധാരാളം വായിക്കാറുണ്ട്. വായിക്കാറുണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, വായിക്കാറുണ്ട് എന്നാണ്. അതായത് ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല, മറിച്ച് ഒരു പ്രസന്റ് ഹാബിറ്റ് ആണ്. പ്രസന്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ഏത് ടെൻസ് ഉപയോഗിക്കുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. നേരത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. V2 ഉപയോഗിച്ചാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നത്. V1 ഉപയോഗിച്ചാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ ധാരാളം വായിക്കാറുണ്ട് എന്നാണ്. സബ്ജക്റ്റ് ഹി ആണ്. വായിക്കുക റീഡ്. ധാരാളം വായിക്കാറുണ്ട് എന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയുക, ഹി റീഡ്സ് എ ലോട്ട്. ധാരാളം എന്ന അർത്ഥത്തിൽ നമ്മൾ എ ലോട്ട് ഉപയോഗിച്ചു. ഇവിടെ റീഡ് എന്ന വെർബിന് ശേഷം ഒരു എസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് ഒരു സിംഗുലർ നൗൺ അല്ലെങ്കിൽ സിംഗുലർ പ്രൊനൗൺ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. മറ്റ് ടെൻസസിലൊന്നും നമ്മളിത് ചെയ്യുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹി റീഡ്സ് എ ലോട്ട്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിൽ ഞാൻ പറയുക ഐ റീഡ് എ ലോട്ട് എന്നാണ്. സബ്ജക്റ്റ് ദേ ആയിരുന്നെങ്കിൽ ഞാൻ പറയാ ദേ റീഡ് എ ലോട്ട് എന്നാണ്. കാരണം ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ എസ് ഉപയോഗിക്കില്ല സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ദേ പ്ലൂറൽ പ്രൊനൗൺ ആണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെയും എസ് ഉപയോഗിക്കില്ല. ഹി റീഡ്സ് എ ലോട്ട്. ഇതിനർത്ഥം അവൻ ധാരാളം വായിക്കാറുണ്ട് എന്നാണ്. ഇനി അവൻ വായിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലും അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയാ, ഹി യൂസ് ടു റീഡ് എ ലോട്ട്. അവൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അതെങ്ങനെയാ പറയുന്നത്? ഞാൻ ചെറുപ്പമായിരുന്നു എന്നെങ്ങനെയാ പറയുന്നത്? ചെറുപ്പം യങ്. നമുക്ക് യങ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യങ്ങർ എന്ന കമ്പാരിറ്റീവ് ഫോം ഉപയോഗിക്കാം. അത് രണ്ടും ഇവിടെ ഉപയോഗിക്കാം. മീനിങ്ങിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പം നമുക്ക് ഞാൻ ചെറുപ്പമായിരുന്നു എന്ന് പറയാൻ ഐ വാസ് യങ് എന്ന് പറയാം. വാസ് ഉപയോഗിക്കാൻ കാരണം എന്താ? സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ഐ വാസ് യങ് എന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ വാസ് യങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പമായിരുന്നു എന്നർത്ഥം. ഐ വാസ് യങ്ങർ എന്നും പറയാം. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, അപ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ വെൻ എന്നൊരു കൺജങ്ഷൻ ആഡ് ചെയ്യും. വെൻ ഐ വാസ് യങ് അല്ലെങ്കിൽ വെൻ ഐ വാസ് യങ്ങർ. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രാവൽ. ഇത് പാസ്റ്റ് ഹാബിറ്റാണ്. പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ യൂസ് ടു ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് വെൻ ഐ വാസ് യങ്ങർ. ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു എന്നർത്ഥം. യൂസ് ടുവിന് ശേഷം ട്രാവൽ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് വെൻ ഉപയോഗിച്ചും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും പറയാം, വെൻ ഐ വാസ് യങ്ങർ ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഇങ്ങനെ വെൻ ഉപയോഗിക്കുന്ന ഈ ക്ലോസസ്, അതുപോലെ തന്നെ ബിഫോർ ഉപയോഗിക്കുന്നത്, ആഫ്റ്റർ ഉപയോഗിക്കുന്നത്, ഈഫ് ഉപയോഗിക്കുന്നത്, ഈ ക്ലോസസ് എല്ലാം നമുക്ക് ആദ്യം ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാവുന്നതാണ്. ഐ യൂസ് ടു travel a lot when I was younger അല്ലെങ്കിൽ when I was younger I used to travel a lot. ഞാൻ ഒരുപാട് മധുരം കഴിക്കുമായിരുന്നു. ഇതും പാസ്റ്റ് ഹാബിറ്റ് ആണ്. കഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്, കഴിക്കാറുണ്ട് എന്നല്ല. മധുരം നമുക്ക് സ്വീറ്റ്സ് എന്ന് പറയാം. ഒരുപാട് a lot എന്ന് പറയാം. കഴിക്കുക eat. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്? I used to eat a lot of sweets. പിന്നെ പറയേണ്ടത് ഇപ്പോൾ കഴിക്കാറില്ല എന്നാണ്. ഇപ്പോൾ കഴിക്കാറില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ഈറ്റ് എന്നല്ലേ പറയേണ്ടത്. നമ്മളിത് പറയുമ്പോൾ നമുക്ക് ആ വെർബ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ യൂസ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ് ബട്ട് നൗ ഐ ഡോണ്ട്. നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. നൗ ഐ ഡോണ്ട് ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഡോൺ എന്ന ഒരു ഓക്സിലറി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കരുത്. അതിന് പകരം നമുക്കിങ്ങനെ ചില സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ സാധിക്കും. നൗ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കാറില്ല എന്ന് തന്നെ അർത്ഥമായി. അവൾ ഇവിടെ വരാറില്ലായിരുന്നു. അവൾ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഷീ യൂസ് ടു കം ഹിയർ. അത് പറഞ്ഞാൽ അവൾ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നർത്ഥമായി. ഇനി നമുക്ക് പറയേണ്ടത് അവൾ ഇവിടെ വരാറില്ലായിരുന്നു എന്നാണ്. അതായത് നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്.
യൂസ് ടുവിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഡിഡിൻ യൂസ് ആണ്. പിന്നെ അവിടെ യൂസ് ടു എന്ന് പറയരുത്, ഡിഡിൻ യൂസ് എന്നേ പറയാവൂ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്? സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഡിഡിൻ യൂസ് ടു, വരിക കം. ഷീ ഡിഡിൻ യൂസ് ടു കം ഹിയർ. അവൾ ഇവിടെ വരാറില്ലായിരുന്നു. ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ. അവൻ ഒരുപാട് പണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഹോം അപ്ലയൻസസ് ഒന്നുമല്ല, ഫോൺ, കമ്പ്യൂട്ടർ പോലെയുള്ള ഗാഡ്ജറ്റ്സ്. ആ അർത്ഥത്തിലാണ് ഇത് ഇവിടെ എഴുതിയത്. ഒരുപാട് പണം, എ ലോട്ട് ഓഫ് മണി. സബ്ജക്റ്റ് ഹീ ആണ്, അവൻ ആണ്. ചിലവാക്ക്, സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത്? ഇത് അവൻ്റെ ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ടു തന്നെ ഉപയോഗിക്കും. എങ്ങനെയാണ് അത് പറയുന്നത്? ഹീ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഓൺ ഗാഡ്ജറ്റ്സ്. നമ്മൾ ഗാഡ്ജറ്റ്സിന് വേണ്ടി പണം ചിലവാക്കുന്നതിന് ഓൺ എന്നാണ് പറയുന്നത്. സ്പെൻഡ് മണി ഓൺ, അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. ഇപ്പോൾ അവന്റെ സാമ്പത്തിക സ്ഥിതി അത് അനുവദിക്കുന്നില്ല. നേരത്തെ ഒരുപാട് പണം അവൻ ഫോണും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും എല്ലാം വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കിയിരുന്നു. ഇപ്പൊ പക്ഷെ അവനത് സാധിക്കുന്നില്ല. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങിക്കാൻ കഴിയും, അതായത് നമുക്ക് അതിനാവശ്യമായ പണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് അഫോർഡ് എന്നാണ്. അപ്പം നമുക്കിപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനാവശ്യമായ പണമില്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത് അനുവദിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇത് പാസ്റ്റ് ഹാബിറ്റ് ഒന്നുമല്ല. പാസ്റ്റ് ഹാബിറ്റിൽ അവൻ ഒരുപാട് പണം ചിലവാക്കിയിരുന്നു എന്നാണ്. ഇത് ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനാണ്. കഴിയില്ല എന്നതിന് നമുക്ക് കനോട്ട് എന്ന് പറയാം. ഇപ്പോൾ അവനത് സാധിക്കുന്നില്ല, ഇനി അവനത് സാധിക്കില്ല എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ രണ്ട് സ്ട്രക്ചർ ഉപയോഗിക്കും. നമുക്ക് ഒന്നുകിൽ നോ ലോങ്ങർ എന്ന് ഉപയോഗിക്കാം, നോട്ട് എനിമോർ എന്ന് ഉപയോഗിക്കാം. സെന്റൻസസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹീ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹീ കനോട്ട് അഫോർഡ് ഇറ്റ് എനിമോർ. ഇവിടെ ക്യാൻ നോ ലോങ്ങർ എന്ന് പറയുന്നതും കനോട്ട് എനിമോർ എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. നോ ലോങ്ങറിന് പകരമായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ നോട്ട് എനി മോർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. നോ ലോങ്ങർ ആവുമ്പോൾ അത് വരുന്നത് ക്യാനിന് ശേഷമാണ്. എനിമോർ വരുന്നത് സെന്റൻസിന്റെ അവസാനമായിട്ടാണ്. ഹി ക്യാൻ നോ ലോങ്ങർ അഫോർഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന് ഇനി അങ്ങോട്ട് അത് സാധിക്കില്ല എന്നർത്ഥം. അത് തന്നെയാണ് രണ്ടാമത് എഴുതിയിട്ടുള്ള സെന്റൻസിന്റെയും അർത്ഥം. ഹി കനോട്ട് അഫോർഡ് ഇറ്റ് എനിമോർ. നമുക്കിത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അവൻ ധാരാളം പുകവലിക്കുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റാണ്. പുകവലിക്കുന്നതിന് എന്താ പറയുക? സ്മോക്ക്. ഹീ യൂസ് ടു സ്മോക്ക് എലോട്ട്. അവൻ ധാരാളം പുകവലിക്കുമായിരുന്നു. ഹീ യൂസ് ടു സ്മോക്ക് എലോട്ട്. ഇതിനർത്ഥം അവൻ ഇപ്പോൾ പുകവലിക്കാറില്ല എന്നാണ്. പുകവലിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അത് പണ്ട് ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുകവലിക്കുമായിരുന്നു എന്നല്ല പറയുക. അവൻ പുകവലിക്കുമായിരുന്നോ? ഇത് ക്വസ്റ്റ്യൻ ആണ്. അവൻ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ടു ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് പറയുന്നത്. ഡിഡ് ഹി യൂസ് ടു സ്മോക്ക്. അവൻ പുകവലിക്കുമായിരുന്നു. ഡിഡ് ഹി യൂസ് എന്നാണ് എഴുതിയിട്ടുള്ളത്, പിന്നെ അവിടെ യൂസ്ഡ് എന്ന് എഴുതിയിട്ടില്ല. ഡിഡ് ഹി യൂസ് ടു സ്മോക്ക്. അവൻ പുകവലിക്കുമായിരുന്നോ? ആ കോർണറിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. യൂസ് ടു ഉപയോഗിച്ച് നമുക്ക് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, നമുക്ക് പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ചും പറയാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഇപ്പോഴില്ലാത്ത എന്തിനെങ്കിലും കുറിച്ച് പറയാനും നമ്മൾ യൂസ് ടു ഉപയോഗിക്കും. ആ കോർണറിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആൽമരം എന്ന് പറയുമ്പോൾ ബാനിയൻ ട്രീ. ആ കോർണർ, ഇൻ ദാറ്റ് കോർണർ. ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം. ദർ യൂസ് ടു ബി എ ഹ്യൂജ് ബാനിയൻ ട്രീ ഇൻ ദാറ്റ് കോർണർ. അവിടെ there used to be a huge banyan tree in that corner. ഇവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള യൂസ് ടു മാത്രമല്ല, യൂസ് ടു ബി എന്നാണ്. ആ കെട്ടിടം ഒരു പാലസ് ആയിരുന്നു. ആ കെട്ടിടം, ദാറ്റ് ബിൽഡിംഗ്, അതൊരു പാലസ് ആയിരുന്നു എന്നാണ് പറയേണ്ടത്. അതെങ്ങനെയാ പറയുന്നത്? ദാറ്റ് ബിൽഡിംഗ് യൂസ് ടു ബി എ പാലസ്. ദാറ്റ് ബിൽഡിംഗ് വാസ് എ പാലസ് എന്ന് പറഞ്ഞാലും മതി, നമുക്കത് യൂസ്ഡ് ഉപയോഗിച്ചും പറയാം. ദാറ്റ് ബിൽഡിംഗ് യൂസ് ടു ബി എ പാലസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാൻ സാധിക്കും യൂസ് ടുവിന് പകരം. എല്ലായ്പ്പോഴും അത് സാധ്യമല്ല. പക്ഷെ ഇങ്ങനെ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പോരാ, യൂസ് ടു തന്നെ ഉപയോഗിക്കണം. പക്ഷെ പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചാൽ മതി യൂസ് ടുവിന് പകരം. ദാറ്റ് ബിൽഡിംഗ് യൂസ് ടു ബി എ പാലസ് എന്ന് പറയുന്നതും ദാറ്റ് ബിൽഡിംഗ് വാസ് എ പാലസ് എന്ന് പറയുന്നതും മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷെ പിന്നെ എന്തിനാ യൂസ് ടു ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്പീച്ച് ആയാലും റൈറ്റിംഗ് ആയാലും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ പറയുന്നതും എഴുതുന്നതും വളരെ ബോറിംഗ് ആയിരിക്കും.
അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിക്കുക എന്നത് നമ്മളുടെ ലാംഗ്വേജ് കൂടുതൽ ഇംപ്രസീവ് ആക്കാൻ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് ഇതെല്ലാം പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ അതൊരു റിസോർട്ടാണ്. നേരത്തെ പാലസ് ആയിരുന്നു, ഇപ്പം അതൊരു റിസോർട്ടായി മാറി. അതെങ്ങനെയാ പറയുന്നത്? ഇപ്പോൾ നൗ, അത് ഇറ്റ് റിസോർട്ടാണ്, ഈസ് എ റിസോർട്ട്. ഇറ്റ് ഈസ് നൗ എ റിസോർട്ട്. ഇപ്പോൾ അത് ഒരു റിസോർട്ടാണ് എന്നർത്ഥം. ഇവിടെ നൗ ഉപയോഗിച്ചിട്ടുള്ളത് ഈസിന് ശേഷമാണ്. നൗ ഇറ്റ് ഈസ് എ റിസോർട്ട് എന്നും നമുക്ക് പറയാം. ഈ ടൗണിൽ 4 ഷോപ്പിംഗ് മോൾസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. 4 ഷോപ്പിംഗ് മോൾസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാ? ദർ യൂസ് ടു ബി 4 ഷോപ്പിംഗ് മോൾസ് ഇൻ ദിസ് ടൗൺ. ഈ ടൗണിൽ 4 ഷോപ്പിംഗ് മോൾസ് ഉണ്ടായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള യൂസ് ടു മാത്രമല്ല, യൂസ് ടു ബി ആണ്. ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ടു ബി ഉപയോഗിക്കുന്നത്. ദർ യൂസ് ടു ബി 4 ഷോപ്പിംഗ് മോൾസ് ഇൻ ദിസ് ടൗൺ. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം, ദിസ് ടൗൺ ഹാഡ് 4 ഷോപ്പിംഗ് മോൾസ് എന്നും പറയാം. ദിസ് ടൗൺ യൂസ്ഡ് ടു ഹാവ് 4 ഷോപ്പിംഗ് മോൾസ് എന്നും പറയാവുന്നതാണ്. അപ്പോൾ യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് ഹാവ് ആണ്, ബി അല്ല. ദിസ് ടൗൺ യൂസ് ടു ഹാവ് 4 ഷോപ്പിംഗ് മോൾസ് എന്ന് പറഞ്ഞാലും ദർ യൂസ് ടു ബി 4 ഷോപ്പിംഗ് മോൾസ് എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഒന്നേ ഉള്ളൂ, ഇനി ഒരു മോളേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. അതിങ്ങനെയാണ് പറയുന്നത്, നൗ ദർ ഈസ് ഓൺലി 1. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. നൗ ദർ ഈസ് ഓൺലി 1 ഷോപ്പിംഗ് മോൾ എന്നൊന്നും പറയണ്ട. ഒരേ വാക്കുകൾ പൊതുവെ ആവർത്തിക്കുന്നത് ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ പ്രൊനൗൺസ് ഉപയോഗിക്കും. അല്ലെങ്കിൽ പലപ്പോഴും മീനിങ് വ്യക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നൗൺ റിപ്പീറ്റ് ചെയ്യാറേ ഇല്ല. നൗ ദർ ഈസ് ഓൺലി 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൗ ദർ ഈസ് ഓൺലി 1 ഷോപ്പിംഗ് മോൾ എന്ന് തന്നെയാണ്. എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമല്ലായിരുന്നു. ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. പാസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ് ആണിത്. പാസ്റ്റ് ഹാബിറ്റ് അല്ല, പാസ്റ്റ് സ്റ്റേറ്റ് ആണിത്. നമുക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നൊന്നും പറയുന്ന ഹാബിറ്റ്സ് അല്ല, അത് സ്റ്റേറ്റ്സ് ആണ്. എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമായിരുന്നു എങ്ങനെയാ പറയാ? ഐ യൂസ് ടു ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമായിരുന്നു എന്ന് അർത്ഥമായി. ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഡിഡിൻ ലൈക്ക് എന്ന് ഉപയോഗിക്കും. ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമല്ലായിരുന്നു. യൂസ്ഡ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ യൂസ്. ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്. ഇപ്പോഴാണ്, ഇപ്പോൾ ഇഷ്ടമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നൗ ഐ ലൈക്ക് ഇറ്റ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നൗ ഐ ഡു എന്ന് പറഞ്ഞാൽ മതി. അവർ വളരെ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതൊരു പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. പണ്ട് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, എവിടെയാണ് ജീവിച്ചിരുന്നത്, അതെല്ലാമാണ് പറയുന്നത്. സബ്ജക്റ്റ് ദേ ആണ്. ദേ യൂസ് ടു ലീവ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. അവർ വളരെ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ദേ ലീവ്ഡ് ഇൻ എ വെരി സ്മോൾ ഹൗസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് മീനിങ്. ഇവിടെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സിമ്പിൾ പാസ്റ്റും യൂസ് ടുവിന് പകരം ഉപയോഗിക്കാൻ സാധിക്കും. ദേ യൂസ് ടു ലീവ് ഇൻ എ വെരി സ്മോൾ ഹൗസ് എന്നതിൻ്റെയും ദേ ലീവ്ഡ് ഇൻ എ വെരി സ്മോൾ ഹൗസ് എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് യൂസ് ടു തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ അവർക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വീടുകളുണ്ട്. ഇതെങ്ങനെയാ പറയുന്നത്? നമുക്ക് ഒരു വീടുണ്ട് എന്ന് പറയാൻ നമ്മൾ ഓൺ എന്ന വെർബ് ഉപയോഗിക്കും. OWN. നൗ ദേ ഓൺ, അവർക്ക് സ്വന്തമായിട്ടുണ്ട് നിരവധി വീടുകൾ, സെവറൽ ഹൗസസ്, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇൻ മെനി പാർട്സ് ഓഫ് ദ സിറ്റി. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, നൗ ദേ ഓൺ സെവറൽ ഹൗസസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ സിറ്റി. ഇവിടെ ഹൗസസ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ഞാൻ എഴുതിയത് അബദ്ധത്തിൽ ഹോംസ് എന്നായി. ബിൽഡിങ്ങിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ ഹൗസ് എന്ന് തന്നെയാണ് പറയാ. ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഇതും ഒരു പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. എനിക്ക് ക്ലാസിക്കൽ സംഗീതം ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. ഇതെങ്ങനെയാ പറയുന്നത്? ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ഹിം. എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ഹിം. അവനെ, ഹിം, ഇഷ്ടമാവുക എന്നതിന് ലൈക്ക്. ഐ യൂസ് ടു ലൈക്ക് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്നാണ് അർത്ഥം. ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു എന്നാണ് അർത്ഥം. ഐ ഡിഡിൻ ലൈക്ക് ഹിം എന്ന സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മീനിങ് ഏകദേശം ഇത് തന്നെയാണ്. നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ യൂസ്ഡ് നോട്ട് ടു എന്നും നമുക്ക് പറയാവുന്നതാണ്. ഡിഡിൻ യൂസ് തന്നെ പറയണമെന്നില്ല, യൂസ്ഡ് നോട്ട് എന്നും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് ഇങ്ങനെയും പറയാം, ഐ യൂസ്ഡ് നോട്ട് ടു ലൈക്ക് ഹിം എന്നും പറയാവുന്നതാണ്. അവൻ സ്വാർത്ഥനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സ്വാർത്ഥൻ, സെൽഫിഷ്. ഞാൻ കരുതിയിരുന്നത്, ഞാൻ കരുതി, ഐ തോട്ട് ഹി വാസ് സെൽഫിഷ്. അവൻ സ്വാർത്ഥനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇവിടെ വാസ് ഉപയോഗിക്കാൻ കാരണം ആ ക്ലോസിന്റെ സബ്ജക്റ്റായ ഹി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ് എന്നതാണ്. ഇവിടെ 2 ക്ലോസ് ഉണ്ട്. ഐ തോട്ട് എന്നത് ഒരു ക്ലോസ്, ഞാൻ കരുതി, ഞാൻ ചിന്തിച്ചു. ഹി വാസ് സെൽഫിഷ്, അവൻ സ്വാർത്ഥൻ ആണ്.
നമ്മളിതിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ തോട്ട് ദാറ്റ് ഹി വാസ് സെൽഫിഷ് എന്നതാണ് ഇതിൻ്റെ മുഴുവൻ രൂപം. നമ്മളവിടെ ആ ദാറ്റ് എന്ന കണക്ടറെ നമ്മളവിടെ ഒമിറ്റ് ചെയ്യാം. നമുക്ക് പലപ്പോഴും അങ്ങനത്തെ കണക്ടേഴ്സിനെ ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ദാറ്റിനെ അങ്ങനെ ഒമിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഐ തോട്ട് ഹി വാസ് സെൽഫിഷ് എന്ന് മാത്രം പറയുന്നത്. ഇതിൻ്റെ മുഴുവൻ രൂപം ഐ തോട്ട് ദാറ്റ് ഹി വാസ് സെൽഫിഷ് എന്നാണ്. ഞാൻ ചെന്നൈയിൽ ജീവിച്ചിരുന്നപ്പോൾ, താമസിച്ചിരുന്നപ്പോൾ എന്നർത്ഥം. ഒരുവിധം എല്ലാ ദിവസവും ബീച്ചിൽ പോകുമായിരുന്നു. ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ലീവ്ഡ് ഇൻ ചെന്നൈ. അവിടെ താമസിച്ചിരുന്നു എന്നത് ഹാബിറ്റ് അല്ല കേട്ടോ, അതൊരു പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഐ ലീവ്ഡ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നു, താമസിച്ചു എന്നർത്ഥം. താമസിച്ചിരുന്നപ്പോൾ വെൻ ഐ ലീവ്ഡ് ഇൻ ചെന്നൈ, ഒരുവിധം എല്ലാ ദിവസവും ബീച്ചിൽ പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുവിധം എല്ലാ ദിവസവും എന്ന അർത്ഥത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് പറയാം. ഒരുവിധം എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇല്ല, എന്നാൽ അപൂർവമായി ചില ദിവസങ്ങളിലെ ഇല്ലാതെയും ഉള്ളൂ എന്നല്ലേ അതിനർത്ഥം. അതിന് നമുക്ക് ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് പറയാം. ബീച്ചിൽ പോകുമായിരുന്നു, പോവുക, ഗോ. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓൾമോസ്റ്റ് എവറി ഡേ. വെൻ ഐ ലീവ്ഡ് ഇൻ ചെന്നൈ, ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓൾമോസ്റ്റ് എവറി ഡേ, ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ബീച്ചിലേക്ക് പോകുമായിരുന്നു. അവർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല, പ്രസന്റ് ഹാബിറ്റ് ആണ്. സബ്ജക്റ്റ് ദേ ആണ്. ദേ പ്രസന്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വെർബ് എന്ന് പറയുന്നത് V1 ആണ്. ദേ ട്രാവൽ എലോട്ട്, അവർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ഇതിനർത്ഥം അവർ ഇപ്പം ചെയ്യുന്ന കാര്യമാണിത്. ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല, പ്രസന്റ് ഹാബിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ V1 ഉപയോഗിച്ചത്. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. ദേ ട്രാവൽ എലോട്ട്, അവൾ ഒരുപാട് യാത്ര ചെയ്തിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം. ഇത് അവളുടെ പാസ്റ്റ് ഹാബിറ്റ് ആണ്. അതെങ്ങനെയാ പറയുന്നത്? ഷീ യൂസ് ടു ട്രാവൽ എലോട്ട്. അതിനർത്ഥം അവൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോഴും എന്ന അർത്ഥത്തിൽ നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കും. ഷീ സ്റ്റിൽ ഡസ്. ഇവിടെ ഷീ സ്റ്റിൽ ട്രാവൽസ് എലോട്ട് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മളിവിടെ ഡസ് എന്ന ഒരു ഓക്സിലറി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ഞാനായിരുന്നു കരുതുക. ഐ യൂസ് ടു ട്രാവൽ എലോട്ട്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ഞാൻ പറയാം ഐ സ്റ്റിൽ ഡു എന്നാണ്. ഐ സ്റ്റിൽ ഡസ് എന്ന് പിന്നെ പറയാൻ സാധിക്കില്ല. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്. ഷീ സ്റ്റിൽ ഡസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഷീ സ്റ്റിൽ ട്രാവൽസ് എലോട്ട് എന്നാണ്. ആ ട്രാവൽസ് എന്നുള്ള ആ വെർബിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഡസ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ നീ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ എന്നതിന് അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? ഐ യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ വെൻ ഐ വാസ് അറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ വെൻ ഐ വാസ് അറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. ഐ യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. ഐ യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ വെൻ ഐ വാസ് അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു എന്നാണ്. നമുക്കിവിടെ വേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യൂസ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ ഫോം എന്താണ്? ഡിഡ് യു യൂസ്, അതല്ലേ ഉപയോഗിക്കുക നമ്മൾ. അപ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്. ഡിഡ് യു യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ അറ്റ് യൂണിവേഴ്സിറ്റി. വെൻ യു വർ അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രം പറഞ്ഞാലും മതി. ഡിഡ് യു യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ അറ്റ് യൂണിവേഴ്സിറ്റി. ഡിഡ് യു യൂസ് എന്നത് യൂസ് ടു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ്. കഴിഞ്ഞ വർഷം ഞാൻ 3 പ്രാവശ്യം ദുബായിൽ പോയിരുന്നു. ഇത് പാസ്റ്റ് ഹാബിറ്റ് അല്ല, നേരത്തെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം എത്ര പ്രാവശ്യം നടന്നു അല്ലെങ്കിൽ എപ്പോഴെല്ലാം നടന്നു ഇതൊന്നും പറയുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ടു ഉപയോഗിക്കാൻ സാധിക്കില്ല. യൂസ് ടു ഉപയോഗിക്കുന്നത് പണ്ടൊരു പ്രവൃത്തി നമ്മൾ പതിവായി ചെയ്തിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. 3 പ്രാവശ്യം ഞാൻ ദുബായിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ അത് 3 ഒക്കേഷനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്, അല്ലാതെ ഒരു പാസ്റ്റ് ഹാബിറ്റ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ. പോവുക, ഗോ എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം എന്താണ്? വെന്റ്. ദുബായിൽ പോയിരുന്നു. ഐ വെന്റ് ടു ദുബായ് 3 times ലാസ്റ്റ് ഇയർ. ദുബായിലേക്ക് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ടു ദുബായ് എന്ന് പറയുന്നത്. ഐ വെന്റ് ടു ദുബായ് 3 പ്രാവശ്യം 3 times ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം ദുബായിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ, പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ മാത്രമേ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഇത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ടു ഉപയോഗിക്കാൻ സാധിക്കില്ല. അതെല്ലാം പറയാൻ സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടി വന്നു എന്ന് വരും. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രം യൂസ് ടു ഉപയോഗിക്കാം. എനിക്ക് എന്നും ഇരുട്ടിനെ പേടിയായിരുന്നു. ഇതൊരു പാസ്റ്റ് സ്റ്റേറ്റ് ആണ്, പാസ്റ്റ് ഹാബിറ്റ് അല്ല.
ഇതെങ്ങനെയാണ് പറയുന്നത് നമ്മൾ? ഐ ഓൾവേസ് പേടിയായിരുന്നു എന്നതിന് നമുക്ക് അഫ്രൈഡ് ഓഫ് എന്ന് പറയും. ഐ ഓൾവേസ് യൂസ് ടു ബി അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്, അല്ലെങ്കിൽ ഐ ഓൾവേസ് യൂസ് ടു ബി അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ് എന്നും പറയാം. ദ ഡാർക്ക് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുട്ട് എന്നാണ്. ഐ ഓൾവേസ് യൂസ് ടു ബി അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. ഇനിയിപ്പോൾ എനിക്ക് നായക്കളെ പേടിയാണെന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഓൾവേസ് യൂസ് ടു ബി അഫ്രൈഡ് ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മതി. സ്പൈഡേഴ്സിനെയാണ് പേടിയെങ്കിൽ ഐ ഓൾവേസ് യൂസ് ടു ബി അഫ്രൈഡ് ഓഫ് സ്പൈഡേഴ്സ് എന്ന് പറയാം. നമുക്ക് ഈ ഓൾവേസിൻ്റെ പൊസിഷൻ യൂസ്ഡിന് ശേഷവും നമുക്ക് വയ്ക്കാം. ഐ യൂസ്ഡ് ഓൾവേസ് ടു ബി അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇന്നലെ നീ അവിടെ പോയിരുന്നു. ക്വസ്റ്റ്യൻ പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചല്ല, ഇന്നലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ വെന്റ് ദർ യെസ്റ്റർഡേ. അത് പറഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എന്നർത്ഥം. പോയിരുന്നോ എന്ന് ചോദിക്കാനോ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡിഡ് യു ഗോ ദർ യെസ്റ്റർഡേ? ഇന്നലെ നീ അവിടെ പോയിരുന്നോ? ഡിഡ് യുവിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് വെന്റ് അല്ല, ഗോ ആണ്. ഡു, ഡസ്, ഡിഡ് ഇത് മൂന്നിനും ശേഷം നമ്മൾ എപ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. നീ അവിടെ പോവാറുണ്ടായിരുന്നു. ഇതൊരു ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? നീ അവിടെ പോവാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ദർ? നീ അവിടെ പോവാറുണ്ടായിരുന്നോ? നീ അവിടെ പോവാറുണ്ടായിരുന്നു എന്നതിന് നമ്മൾ യു യൂസ് ടു ഗോ ദർ എന്ന് പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡിഡ് യു യൂസ് ടു ഗോ ദർ? നീ അവിടെ പോവാറുണ്ടായിരുന്നോ? എനിക്ക് തനിച്ച് താമസിച്ച് ശീലമില്ല. ഇതും നമ്മൾ യൂസ് ടു ഉപയോഗിച്ച് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുക. നമുക്കൊരു കാര്യം പരിചയമാണ് അല്ലെങ്കിൽ ശീലമാണ് എന്ന് പറയാനും നമ്മൾ യൂസ് ടു ഉപയോഗിക്കും. ഇതെങ്ങനെയാണ് പറയുന്നത്? തനിച്ച് താമസിക്കുക എന്ന് പറയുമ്പോൾ ലീവ് എലോൺ, അതാണ് തനിച്ച് താമസിക്കുക എന്നർത്ഥം. എനിക്ക് താമസിച്ച് ശീലമില്ല എന്നാണ് പറയേണ്ടത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുക ബി യൂസ്ഡ് ടു എന്നൊരു സ്ട്രക്ചറാണ്. ഇതിലെ ബി എന്ന് പറയുന്നത് ഈസ് ആവാം, ആം ആവാം, ആർ ആവാം, വാസ് ആവാം, വേർ ആവാം. ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 5 ഓക്സിലറീസിൽ ഏതും ആവാം എന്ന് മനസ്സിലാക്കണം. ചിലപ്പോഴത് ബി മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ ഏതെങ്കിലും ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. എനിക്ക് തനിച്ച് താമസിച്ച് ശീലമില്ല എന്നാണ് പറയുന്നത്. ശീലമില്ലായിരുന്നു എന്നല്ല. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിലുള്ള ഒരു ഓക്സിലറിയാണ് വേണ്ടത്. പ്രസന്റ് ടെൻസിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ആം ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ ആം നോട്ട് യൂസ്ഡ് ടു ലിവിങ് എലോൺ. എനിക്ക് തനിച്ച് താമസിച്ച് ശീലമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ യൂസ് ടുവിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ യൂസ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു എന്നർത്ഥം. അവിടെ യൂസ്ഡിന് മുമ്പ് നമ്മൾ ഒരു ഓക്സിലറിയും ഉപയോഗിച്ചിട്ടില്ല. യൂസ് ടുവിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ യൂസ്ഡിന് മുമ്പ് നമ്മൾ ഒരു ഓക്സിലറി ഉപയോഗിച്ചിട്ടുണ്ട്. ആം എന്നൊരു ഓക്സിലറി ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ബി. ഇവിടെ ബി യൂസ്ഡ് ടു ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് ബി യൂസ് ടുവിന് ശേഷം വരുന്നത് ING ഫോം ആണ്, ഇൻഫിനിറ്റീവ് അല്ല, V1 അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യൂസ് ടു മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്നത് ഇൻഫിനിറ്റീവ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ്. ബി യൂസ് ടു, അതായത് ഈസ് യൂസ് ടു, വാസ് യൂസ് ടു, ആം യൂസ് ടു ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം ശീലമാണ്, ശീലമല്ല, പരിചയമാണ്, പരിചയമല്ല ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ്. ബി യൂസ് ടുവിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നൗൺസ് വരും. നമുക്കൊരിക്കലും അവിടെ പിന്നെ നമുക്ക് V1 ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ആം നോട്ട് യൂസ് ടു ലിവ് എലോൺ എന്നല്ല പറയേണ്ടത്, ഐ ആം നോട്ട് യൂസ് ടു ലിവിങ് എലോൺ എന്ന് തന്നെ വേണം പറയാൻ. അതിനർത്ഥം എനിക്ക് തനിച്ച് താമസിച്ച് ശീലമില്ല എന്നാണ് അർത്ഥം. ഇതൊരു പാസ്റ്റ് ഹാബിറ്റോ പ്രസന്റ് ഹാബിറ്റോ ഒന്നും അല്ല പറയുന്നത്. എനിക്കൊരു കാര്യം ശീലമില്ല, പരിചയമില്ല, അത് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. ബി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, അത് ഈസോ, ആമോ, ആറോ, വാസോ, വേറോ ആണ് ബി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവൻ തനിച്ച് താമസിക്കാറുണ്ടായിരുന്നു. ഇത് പാസ്റ്റ് ഹാബിറ്റാണ്. ഇതെങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ യൂസ് ടു ആണ് ഉപയോഗിക്കുക. പിന്നെ അതിന് മുന്നിൽ ഓക്സിലറീസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പറയാം, ഹി യൂസ് ടു ലീവ് എലോൺ. അവൻ തനിച്ച് താമസിക്കാറുണ്ടായിരുന്നു. ഇവിടെ യൂസ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V1 ആണ്. ബി യൂസ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. ബി യൂസ് ടു ഉപയോഗിക്കുന്നത് ഒരു കാര്യം ശീലമാണോ അല്ലെങ്കിൽ ശീലമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എനിക്ക് വലിയ ഒരു കാർ ഓടിച്ച് പരിചയമില്ലായിരുന്നു. ഇതൊന്നും ഹാബിറ്റ്സിനെ കുറിച്ചല്ല പറയുന്നത്. നമുക്കൊരു കാര്യം പരിചയമില്ല, ശീലമില്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ബി യൂസ് ടു ആണ്. ഇവിടെ പരിചയമില്ലായിരുന്നു എന്നാണ് പറയുന്നത്, പാസ്റ്റിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് സബ്ജക്റ്റ് ഐ ആണ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ ഐയുടെ കൂടെ ആം ആണ് ഉപയോഗിച്ചത്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുക ഏതാണ്? വാസ് ആണ് ഉപയോഗിക്കുക. വാസും വേറും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. ഈസ്, ആം, ആർ ഇത് മൂന്നും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. ഇതെല്ലാം നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം കേട്ടോ. എനിക്ക് വലിയ ഒരു കാർ ഓടിച്ച് പരിചയമില്ലായിരുന്നു.
അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വരുന്ന ബി എന്നതിന് പകരമായിട്ട് അവിടെ വരുന്ന ഓക്സിലറി വാസ് ആണ്. ഐ വാസ് പരിചയമില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അവിടെ ഒരു നോട്ട് ആഡ് ചെയ്യും. ഐ വാസ് നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് എ ബിഗ് കാർ. ഐ വാസ് നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് എ ബിഗ് കാർ. വാസ് യൂസ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ING ഫോം ആണ്. ഐ വാസ് യൂസ് ടു ഡ്രൈവിംഗ് എ ബിഗ് കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാർ ഓടിച്ച് പരിചയമുണ്ടായിരുന്നു എന്നാണ്. ഐ വാസ് നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് എ ബിഗ് കാർ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കാർ ഓടിച്ച് പരിചയമില്ലായിരുന്നു എന്നാണ്. വാസ് നോട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് നെഗറ്റീവായിട്ട് മാറി. ഇവിടെ യൂസ് ടുവിന് മുമ്പ് വാസ് എന്ന ഓക്സിലറി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. എപ്പോഴും ഓർത്തിരിക്കുക, ബി യൂസ് ടുവിന് ശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. യൂസ് ടു തനിച്ച് നിൽക്കുമ്പോൾ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് V1 ആണ്. അവൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ശീലമില്ല. അവൾക്ക് അങ്ങനെ കാര്യമായി അധ്വാനിച്ച് ശീലമില്ല എന്നർത്ഥം. അവൾക്കത് പരിചയമില്ല. സബ്ജക്റ്റ് ഷീ ആണ്. ശീലമില്ല എന്നാണ് പറയുന്നത്, ശീലമില്ലായിരുന്നു എന്നല്ല. അതായത് ഇവിടെ വേണ്ടത് ഒരു പ്രസന്റ് ടെൻസിലുള്ള വെർബാണ്. ഷീയുടെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഈസ് ആണ്. ഐയുടെ കൂടെ ആം ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ശീലമില്ല, നോട്ട്. ഷീ ഈസ് നോട്ട് യൂസ് ടു വർക്കിംഗ് ഹാർഡ്. അവൾക്ക് കഠിനമായി അധ്വാനിച്ച് നല്ലതുപോലെ അധ്വാനിച്ച് ശീലമില്ല. ഷീ ഈസ് നോട്ട് യൂസ് ടു വർക്കിംഗ് ഹാർഡ്. ഇവിടെ യൂസ് ടുവിന് മുമ്പ് നമ്മൾ ഈസ് എന്നൊരു ഓക്സിലറി ഉപയോഗിച്ചു. പിന്നെ യൂസ് ടുവിന് ശേഷം വന്നിട്ടുള്ളത് ING ഫോം ആണ്. ഇത് അവൾക്ക് പരിചയമില്ല, ജോലി ചെയ്ത് അവൾക്ക് ശീലമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബി യൂസ് ടു എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ബി എന്ന് പറയുമ്പോഴേ മനസ്സിലാവണം ഈസ്, ആം, ആർ, വാസ്, വെർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ബി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷീ ഈസ് നോട്ട് യൂസ് ടു വർക്കിംഗ് ഹാർഡ്. അതിനർത്ഥം അവൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ശീലമില്ല. അവൾ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലും പാസ്റ്റ് ഹാബിറ്റ് ആണ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ. അതിന് നമ്മൾ പറയാം ഷീ യൂസ് ടു വർക്ക് ഹാർഡ് എന്നാണ്. അപ്പം നമ്മൾ അവിടെ യൂസ് ടു ആണ് ഉപയോഗിച്ചത്. ഇവിടെ അവൾക്ക് ശീലമില്ല എന്നാണ് പറയുന്നത്. അതായത് ഹാബിറ്റിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ മീനിങ് ഏതാണ്ടൊക്കെ സിമിലർ തന്നെയാണ്. നമുക്ക് പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പൊതുവെ ശീലമായിട്ട് വരിക അല്ലേ. അവൾക്ക് ശീലമില്ല എന്ന് പറഞ്ഞാൽ അവളത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കുക. ബി യൂസ് ടുവിന് ശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. ശീലമില്ല, പരിചയമില്ല, അല്ലെങ്കിൽ ശീലമില്ലായിരുന്നു, പരിചയമില്ലായിരുന്നു, ഇത് പറയാനാണ് നമ്മൾ ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ് ടു മാത്രം ഉപയോഗിക്കുന്നത്. യൂസ് ടുവിന് ശേഷം V1 വേണം ഉപയോഗിക്കാൻ. ബി യൂസ് ടുവിന് ശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഞാൻ ലണ്ടനിൽ പഠനത്തിനായി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു. ലണ്ടനിൽ പഠനത്തിനായി പോയി, അതെങ്ങനെ പറയും? ഞാൻ, ഐ, പോയി, വെന്റ്, ലണ്ടനിൽ, ടു ലണ്ടൻ, ലണ്ടനിലേക്ക് എന്നർത്ഥം. ഐ വെന്റ് ടു ലണ്ടൻ പഠനത്തിനായി, ഫോർ മൈ സ്റ്റഡീസ്. ഐ വെന്റ് ടു ലണ്ടൻ ഫോർ മൈ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ലണ്ടനിൽ പഠനത്തിനായി പോയി എന്നർത്ഥം. പോയപ്പോൾ, വെൻ ഐ വെന്റ് ടു ലണ്ടൻ ഫോർ മൈ സ്റ്റഡീസ്. എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു. ഭയങ്കര എന്ന അർത്ഥത്തിൽ നമുക്കിവിടെ ടെറിബിളി എന്നുള്ള അഡ്വർബ് ഉപയോഗിക്കാം. എനിക്ക് ആയിരുന്നു. ആണ് എന്ന് പറയാൻ ആം, ഈസ്, ആർ ഇതെല്ലാം ഉപയോഗിക്കും. ആയിരുന്നു എന്ന് പറയാൻ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഐ വാസ് ടെറിബിളി ഹോം സിക്ക് എന്ന് പറയാം. നമ്മളിത് മലയാളത്തിൽ അതേ ട്രാൻസ്ലേഷൻ അല്ല അത്. ഐ വാസ് ടെറിബിളി ഹോം സിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു എന്നർത്ഥം. വെൻ ഐ വെന്റ് ടു ലണ്ടൻ ഫോർ മൈ സ്റ്റഡീസ് ഐ വാസ് ടെറിബിളി ഹോം സിക്ക്. എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു എന്നർത്ഥം. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. അതായത് എനിക്കത് ശീലമായി, പരിചയമായി എന്നർത്ഥം. ഇവിടെ നമ്മൾ ബി യൂസ് ടു അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ ഗെറ്റ് യൂസ് ടു ആണ് ഉപയോഗിക്കുന്നത്. ബിക്ക് പകരം നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബിക്കം ഉപയോഗിക്കാം, ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ് മാരീഡ്, ഗെറ്റ് ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഗെറ്റ് യൂസ് ടു എന്നാണ് പറയുന്നത്. പക്ഷേ ബട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഹവർ എന്ന് പറയാം. ഹവർ ഐ സൂൺ ഗോട്ട് യൂസ് ടു ലിവിങ് ദർ. അവിടുത്തെ ജീവിതവുമായി എനിക്ക് പെട്ടെന്ന് പരിചയമായി. ഇവിടെ യൂസ് ടുവിന് മുന്നിൽ ബി അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഗോട്ട് ആണ്. ശീലമായി, പരിചയമായി എന്ന് പറയണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. ഗെറ്റ് എന്നതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ഗോട്ട്. ഹവർ ഐ സൂൺ ഗോട്ട് യൂസ് ടു ലിവിങ്. പിന്നെ ലീവ് എന്നല്ല പറയുന്നത് കേട്ടോ, ലിവിങ് എന്ന ING ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹവർ ഐ സൂൺ ഗോട്ട് യൂസ് ടു ലിവിങ് ദർ. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ജീവിച്ച് ഞാൻ അതുമായി പൊരുത്തപ്പെട്ടു, അത് ശീലമായി എന്നർത്ഥം. അവനൊരു ബൈക്ക് ഉണ്ടായിരുന്നു. പാസ്റ്റ് സ്റ്റേറ്റ് ആണ്. നമുക്കിത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ യൂസ്ഡ് ഉപയോഗിച്ച് പറയാം. ഹി യൂസ് ടു ഹാവ് എ ബൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഹാഡ് എ ബൈക്ക് എന്നും പറയാം. ഹാസും ഹാവും ഉപയോഗിച്ചാൽ അതിനർത്ഥം ഉണ്ട് എന്നാണ്. ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ ഹാഡ് ഉപയോഗിക്കും. ഹി യൂസ് ടു ഹാവ് എ ബൈക്ക് എന്ന് പറഞ്ഞാലും ഹി ഹാഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അവൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയും? ഷീ, അതാണ്, അവളാണ് സബ്ജക്റ്റ്. ഷീ
വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ യൂസ് ടു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറയാം. ഷീ വാസ് എന്ന് പറഞ്ഞാലും ഷീ യൂസ് ടു ബി എന്ന് പറഞ്ഞാലും മീനിങ് ഒന്ന് തന്നെയാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ചാണ്. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ യൂസ് ടു തന്നെ ഉപയോഗിക്കണം. പക്ഷേ പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ യൂസ് ടു ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളെ അല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സേ അല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ നേരത്തെ നോ ലോങ്ങർ നോ മോർ ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്ട്രക്ചർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. വി ആർ നോ ലോങ്ങർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളെ അല്ല. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ പറയാം? വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് എനി മോർ എന്നും പറയാം. നോ ലോങ്ങർ എന്നതിന് പകരമായിട്ടാണ് നോട്ട് എനി മോർ എന്ന് നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആണ്. വി ആർ നോ ലോങ്ങർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളെ അല്ല എന്നൊരർത്ഥം വന്നു. വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് നൗ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കൾ അല്ല എന്നൊരു മീനിങ്ങേ അതിനുള്ളൂ. സുഹൃത്തുക്കളെ അല്ല എന്നൊരു മീനിങ് വരുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വി ആർ നോ ലോങ്ങർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഇങ്ങനെയും പറയാം, വി ആർ നോട്ട് ഗുഡ് ഫ്രണ്ട്സ് എനി മോർ എന്നും പറയാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റ് വീഡിയോസ് കാണുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയേക്കാവുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.